നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്ന പരമശിവൻ്റെ മണ്ണായ അമർനാഥിൽ തന്നെയാണ് ഇന്ന് വേറൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ കുറേ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇവിടെ ദർശനത്തിനായി വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മനസ്സ് നിറയെ വയറു നിറയെ സന്തോഷമായി ഭക്ഷണം കഴിക്കാൻ സൗജന്യമായി 1 രൂപ പോലും വാങ്ങാതെ ഇവ സേവ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് പശുപതിനാഥ് സേവക് സമാജ്. അവർ ഡൽഹിയിൽ നിന്നാണ്. അവർ ഇക്കഴിഞ്ഞ 30 വർഷങ്ങളായി ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും സൗജന്യമായി 1 രൂപ പോലും വാങ്ങാതെ അവർക്ക് അന്നം കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. അതുകൂടാണ്ട് ഇതിനുള്ളിൽ കാണുന്ന തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കാരണം ഇവിടെ അവർ സന്തോഷത്തോടുകൂടിയാണ് എല്ലാവർക്കും ഭക്ഷണം സെർവ് ചെയ്യുന്നത്. അവർക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിച്ചോളൂ, പക്ഷേ ഒരു തരി ഭക്ഷണം പോലും വേസ്റ്റ് ആക്കരുത്. ഈ കാണുന്ന ഡിഷസ് എല്ലാം കാണുന്നുണ്ടോ, ഈ ചോക്ലേറ്റ്സിൻ്റേതാണ്. അതുകൂടാണ്ട് നമുക്ക് പേരറിയാത്ത കുറേ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കാരണം എല്ലാം കഴിക്കാമെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ ഏകദേശം 2-3 എണ്ണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. മനുഷ്യന് എല്ലാ കാര്യത്തിലും ഒരു അത്യാഗ്രഹം ഉണ്ടാവും. ഒന്നിനും മതി എന്ന് പറയത്തില്ല. എന്നാൽ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ വയറ് നിറയുമ്പോഴാണ് മനുഷ്യൻ ഇതിന് മാത്രം മതി എന്ന് പറയുക. ഇവിടെ വരുന്ന ഓരോ യാത്രികരും അവരുടെ മനസ്സ് നിറഞ്ഞ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെയാണ് അവർ മടങ്ങുന്നത്. ഇവിടെ എവര് കൂടാണ്ട് തന്നെ ബാക്കിയും കുറേ ഭണ്ഡാരകൾ ഇവിടെ തന്നെയുണ്ട്. പഞ്ചാബിൽ നിന്നുണ്ട്, ഹരിയാനയിൽ നിന്നുണ്ട്, ബാക്കി ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്നുണ്ട്. ഈ ഭണ്ഡാരയുടെ സ്ഥലം ലോവർ ഹോളി കേവിലാണ് കേട്ടോ. ഇതുകൂടാണ്ട് ഇവർക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഏറ്റവും വലിയ കിച്ചൺ സെർവ് ചെയ്യുന്നത്, അതായത് പോസ്പത്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് നമുക്ക് ഈ പഹൽഗാം വഴി വരുമ്പോൾ മാത്രമാണ് ആ സ്ഥലത്തുകൂടി ദർശിച്ച് വരാൻ സാധിക്കുന്നത്. ഏകദേശം 250ഓളം സ്റ്റാഫുകളുണ്ട് കേട്ടോ ഇവിടെ. അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ഏകദേശം ഇവിടെ 46 ഡിഷസോളം ഉണ്ട് കേട്ടോ. പാനിപ്പൂരി കഴിക്കുന്നുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ പേരറിയാത്ത കുറേ സാധനങ്ങൾ. ഞാൻ ഈ വീഡിയോ എല്ലാം പിടിച്ചു പോകുമ്പോൾ അതിലൊരാൾ എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. സാർ, ക്യാമറ വെച്ചിട്ട് വരൂ, ഭക്ഷണം ആദ്യം കഴിക്കൂ, പിന്നെ ക്യാമറ പിടിക്കാമെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നന്മയുള്ള കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അമർനാഥ് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.